CMA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്കിപ്പോൾ കോമൺലി വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് ലോ പേപ്പർ എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ബിക്കോസ് നിങ്ങൾ എക്സാമിൽ ആൻസർ ഷീറ്റിൽ ഇവാലുവേറ്റർ ചെക്ക് ചെയ്യണത് നിങ്ങൾക്ക് എത്ര അറിയാം എന്നുള്ളതല്ല, അതിനേക്കാളും കൂടുതൽ അവർക്ക് വിസിബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സ് നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഇഫ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ എക്സാമിനറുടെ പാറ്റേൺ മാച്ച് ആയിട്ടില്ല എങ്കിൽ യു ലൂസ് മാർക്സ്. സോ ലെറ്റ്സ് ഡിസ്കസ് ഹൗ ടു പ്രസൻറ്റ് ലോ. ദ ഇനീഷ്യൽ മിസ്റ്റേക്ക് ഇറ്റ് സെൽഫ് നമ്മളിൽ പലരും വരുത്തുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും, ക്ലാസ്സസ് പലപ്പോഴും നമ്മൾ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യും, നമുക്ക് കോൺസെപ്റ്റൊക്കെ പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് കോൺസെപ്റ്റ് മനസ്സിലായി, നമ്മൾ പലപ്പോഴും പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും നമ്മൾ വായിച്ച് നോക്കി, വെരി ഗുഡ് തിങ്. പക്ഷേ ലോ ഒരു റീഡിങ് പേപ്പറല്ല, ലോ റൈറ്റിംഗ് പേപ്പറാണ്. ആൻഡ് അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങളത് എഴുതി പഠിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് എക്സാം എഴുതാൻ നിൽക്കുമ്പോൾ ആൻസേഴ്സ് വരില്ല മൈൻഡിൽ. സോ വാട്ട് ആർ യു സപ്പോസ് ടു ഡു? ആൻസേഴ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബേസിക് സ്റ്റെപ്സ് 2 സ്റ്റെപ്സിൽ അപ്രോച്ച് ചെയ്യുക. ഫസ്റ്റ് തിങ്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ വായിക്കാൻ നിൽക്കരുത്. ആൻസർ നിങ്ങൾ സ്വയം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, എന്നിട്ട് അവർ തന്ന ആൻസറുമായിട്ട് അത് മാച്ച് ആക്കുക. അത് മാച്ച് ആയില്ല എങ്കിൽ എവിടേക്കാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, ഫാക്കൽറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് വൺസ് ദിസ് സ്റ്റെപ്പ് ഇസ് ഡൺ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫോക്കസ് ചെയ്യണത് അക്യൂറസിയാണ്, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. വൺസ് അക്യൂറസി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ടൈം മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാം അറ്റ്മോസ്ഫിയറിൽ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. പോസിബിൾ ആണെങ്കിൽ ഒരു കൗണ്ട് ഡൗൺ ടൈമർ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ടൈം ഒരു ആൻസറിൽ സ്പെൻഡ് ആവുന്നുണ്ട് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ നോക്കുക. അത് എവിടെയാണ് ആ ടൈം സ്പെൻഡ് ആവണം എന്നുള്ളത് ക്ലിയർലി നോക്കുക. ബിക്കോസ് സജസ്റ്റഡ് ആൻസറിൽ തന്നതെല്ലാം നമുക്ക് എപ്പോഴും എക്സാമിൽ ആൻസർ ഷീറ്റിൽ എഴുതി പിടിപ്പിക്കാൻ പറ്റണമെന്നില്ല. എസ്പെഷ്യലി അത് ടൈപ്ഡ് കോണ്ടന്റ് തന്നെ ഒരുപാട് പേജസ് ഉണ്ടാവും. അത് നമ്മൾ എഴുതി വരികയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ടൈംസ് എക്സ്ട്രാ വരുന്നുണ്ടാവും. വാട്ട് എവർ റെലവൻറ്റ് പോയിന്റ് നമ്മൾ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് വാട്ട് മാറ്റേഴ്സ്. പല സ്റ്റുഡൻസും വിചാരിക്കാറ് എന്താ വെച്ചാൽ, നമ്മൾ ഫുള്ള് കറക്റ്റ് എഴുതി കൊടുത്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇവാലുവേഷനിൽ സ്റ്റെപ്സിനനുസരിച്ചാണ് ഇവാലുവേഷൻ ഉള്ളത്. നിങ്ങൾ ആൻസറിൽ ഓരോ സ്റ്റെപ്സിന് നിങ്ങൾ പ്രൊവിഷൻ പാരഗ്രാഫിൽ അസ്യൂം മിസ്റ്റേക്ക് വന്നു, അപ്പോൾ ആ പ്രൊവിഷൻ പാരഗ്രാഫിൻ്റെ മാർക്ക് മാത്രമേ നമുക്ക് നഷ്ടപ്പെടുള്ളൂ. നിങ്ങളെ ബാക്കി അനാലിസിസ് പാർട്ട്, കൺക്ലൂഷൻ പാർട്ടിൽ കറക്റ്റ് ആണെങ്കിൽ റെസ്പെക്റ്റീവ് മാർക്സ് നിങ്ങൾക്ക് കിട്ടും. നോട്ട് ദാറ്റ് പ്രൊവിഷൻ തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്സ് പോയി എന്നുള്ള രീതിയിലല്ല അത് വർക്ക് ചെയ്യുന്നത്. നൗ ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ്, ദ നെക്സ്റ്റ് ഗോൾഡൻ റൂൾ, ഇവാലുവേറ്ററിൻ്റെ നിങ്ങളെ എൻറ്റയർ പാരഗ്രാഫ്, എൻറ്റയർ ആൻസർ ഷീറ്റ് എപ്പോഴും ഫുള്ള് വായിച്ച് തീർക്കാൻ പറ്റണം എന്നില്ല. സോ അവരെ പണി നമ്മൾ എത്രമാത്രം എളുപ്പമാക്കി കൊടുക്കുന്നോ അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ മാർക്സ്. വെർബൈ നമ്മൾ കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. യെസ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക, ബട്ട് ആൻസർ ഷീറ്റിൽ ഫ്ലോ ചാർട്ട്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം പ്രോപ്പർ ലീഗൽ സെൻറ്റൻസസ് എഴുതാൻ നോക്കുക. വാട്ട് യു മീൻ ബൈ ലീഗൽ സെൻറ്റൻസസ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വേർഡ്സ് സച്ച് ആസ് മേ, ഷാൽ, ഒരു സാധനം മാൻഡേറ്ററി കമ്പൽസറി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഷാൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. ഒരു ഡയറക്ടറി ചെയ്യാം ചെയ്യാതിരിക്കുക എന്നുള്ള പോയിന്റ്സ് വരുമ്പോൾ നമ്മൾ മേ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യുകയാണ് കമ്പനീസ് ആയിട്ട്, നമ്മൾ പറയാം ഷിഫ്റ്റിംഗ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. അല്ലെങ്കിൽ നമ്മൾ മെമ്മറാൻഡം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ വി യൂസ് വേർഡ് ആൾട്രേഷൻ. അങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓർ ഇപ്പോൾ കോൺട്രാക്ട് ആക്ടിൽ നമുക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ തിരിച്ചെന്തെങ്കിലും കിട്ടുമ്പോൾ വി നോ ദ വേർഡ് കൺസിഡറേഷൻ. ബട്ട് ഇതേ കൺസിഡറേഷൻ എന്നുള്ള സാധനം നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പോകുമ്പോൾ വി യൂസ് വേർഡ് പ്രൈസ്. അപ്പോൾ അങ്ങനെ കീവേഡ്സ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഈ പ്രാക്ടീസ് എങ്ങനെ കിട്ടുക? ദ മോർ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് യു സീ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വേർഡ്സ് നിങ്ങൾ തന്നെ അറിയാതെ ഈ ലീഗൽ ടേമിലേക്ക് മാറും. റിഗാർഡിങ് സെക്ഷൻ നമ്പേഴ്സ് ആൻഡ് കേസ് ലോസ്, സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല. യെസ്, നിങ്ങൾക്കൊരു സെക്ഷൻ നമ്പർ അറിയാം, അത് എഴുതി കഴിഞ്ഞാൽ അതൊരു ആഡഡ് ഇംപ്രഷനാണ്. പക്ഷേ 100% ഉറപ്പാണെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക. ബിക്കോസ് സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല, പക്ഷേ റോങ് സെക്ഷൻ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിങ്ങളെ മാർക്ക് കട്ട് ചെയ്യൽ കമ്പൽസറിയാണ്. സെയിം ഹാപ്പൻസ് വിത്ത് കേസ് ലോസ്. ഒരുപാട് കേസ് ലോസ് ഉണ്ട് നമ്മുടെ സിലബസിൽ. നിങ്ങൾക്ക് ഏതൊക്കെ കേസ് ലോൻ്റെ പേര് അറിയാം, കോട്ട് ചെയ്യുക. അറിയില്ലെങ്കിൽ ഇൻ എ ലാൻഡ്മാർക്ക് കേസ് ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി ഇഫ് യു നോ ഒരു പെർട്ടിക്കുലർ കേസിൽ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്, ഇൻ ദാറ്റ് കേസ് അത് മെൻഷൻ ചെയ്യുക. ഇൻ എ ലാൻഡ്മാർക്ക് കേസ് ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുക. നൗ വാട്ട് ഡു വി ഡു ഇഫ് വി ഡോണ്ട് നോ ദ സെക്ഷൻ നമ്പർ? ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആക്ടിൻ്റെ പേര് എഴുതിയിട്ട് ആൻസർ എഴുതും. 2 രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമുക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. ഈവൻ ദോ പല ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കേസ് സ്റ്റഡിയാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ് ലാസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും അവർ ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാർട്ടിങ്ങിൽ കുറേ കഥ പറഞ്ഞു എന്ന് മാത്രം. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുക? പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ, 4 സ്റ്റെപ്സ് ആയിട്ട്. പ്രൊവിഷൻ പാരഗ്രാഫിൽ നിയമം എന്താ പറയണത് എന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഫാക്റ്റിൽ ക്വസ്റ്റ്യൻ്റെ തന്നെ സമ്മറി ആയിട്ട് ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് നമ്മൾ എഴുതി കൊടുക്കുക.
ഈ ഫാക്ട് എന്നുള്ള ഏരിയ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം മെൻഷൻ ചെയ്യുക. അതർവൈസ് അത് ഒഴിവാക്കാനും പറ്റും. ബിക്കോസ് അതിൽ നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒരു വാല്യൂഡേഷൻ ഒന്നും ചെയ്യുന്നില്ല. എക്സാമിനർ തന്ന ക്വസ്റ്റ്യനിലെ ഡാറ്റ തന്നെ നിങ്ങൾ വീണ്ടും കോപ്പി പേസ്റ്റ് അടിക്കുകയാണ്, സമ്മറി എഴുതുകയാണ്. അനാലിസിസ് പാർട്ടിൽ നമ്മൾ പ്രൊവിഷൻ പാരഗ്രാഫും ഫാക്റ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എഴുതി കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് കൺക്ലൂഷനിൽ ദെയർഫോർ അല്ലെങ്കിൽ ഹെൻസ് എന്താ സംഭവിക്കുക എന്നുള്ളത് കൺക്ലൂഷൻ എഴുതി കൊടുക്കുക. കൺക്ലൂഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ എൻറ്റയർ ആൻസറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോർഷൻസ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ പ്രൊവിഷൻ പാരഗ്രാഫും പിന്നെ നമ്മൾ കൺക്ലൂഷൻ പാരഗ്രാഫുമാണ്. മേക്ക് ഷുവർ നിങ്ങൾ ആ കൺക്ലൂഷൻ ക്ലിയർ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തു എന്നുള്ളത്, ക്വസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് ക്ലിയർലി മനസ്സിലാക്കുക, അത് അഡ്രസ്സ് ചെയ്തു എന്നുള്ളത് കമ്പൽസറിയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ പോയിന്റ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോയിന്റ്സ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. പോയിന്റ്സ് മെൻഷൻ ചെയ്യുമ്പോൾ യു റൈറ്റ് 1 2 3 4 അല്ലെങ്കിൽ ABCD അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് എഴുതുക. അല്ലാതെ ബുള്ളറ്റ് പോയിന്റ്സ്, കുത്ത്, സ്റ്റാർ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നമ്മളെന്തായാലും ഇവാലുവേറ്ററിന് ഇൻസ്റ്റിറ്റ്യൂട്ട് പൈസ കൊടുക്കുന്നില്ല, അവർ വായിച്ചോട്ടെ എത്ര പോയിന്റ്സ് ഉണ്ടെന്നുള്ളത് എണ്ണിക്കോട്ടെ. നോ, അവരുടെ പണി നമ്മൾ മാക്സിമം എളുപ്പമാക്കി കൊടുക്കുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇനി ഒരു 2 ടോപ്പിക്ക് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടേബിളാർ പ്രസൻറ്റേഷൻ ചെയ്യുക. 3 ടേബിൾസ് ആയിട്ട്. ഒന്ന് നമ്മളെ ബേസിസ് ഓഫ് ഡിഫറൻസ്, പിന്നെ ടോപ്പിക്സ് എന്താ എന്നുള്ളത്. ബേസിസ് ഓഫ് ഡിഫറൻസ് നിങ്ങൾക്ക് അറിയില്ല, പഠിച്ചത് ഓർമ്മയില്ല, കുഴപ്പമില്ല. ആ 2 ഡിഫറൻസിൻ്റെ മെയിൻ ടോപ്പിക്സിൻ്റെ ബേസിസിൽ അവിടെ എന്തെങ്കിലും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് 3 കോളം പ്രസൻറ്റ്. എക്സാമിൽ വെനെവർ എക്സാം സ്റ്റാർട്ട്സ് നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും. ആ സമയത്ത് ഏറ്റവും അത് കാമാക്കാൻ ഏറ്റവും ബെസ്റ്റ് തിങ് വുഡ് ബി നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൻസർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് യുവർ ബെസ്റ്റ് ആൻസേഴ്സ്. ഓൾവേസ് ഒരു ഫ്രഷ് ആൻസർ പുതിയൊരു പേജിൽ സ്റ്റാർട്ട് ചെയ്യുക. ഈവൻ പ്രീവിയസ് ആൻസർ കംപ്ലീറ്റ് ആയി അവിടെ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട്, അത് അവിടെ ഇട്ട് പുതിയ പേജിൽ സ്റ്റാർട്ട്. ആൻഡ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇഫ് യു ഫീൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളത് കുറേ ചിന്തിക്കും തോറും പാനിക് ആവുകയുള്ളൂ. സ്പേസ് വിടുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ലേറ്ററിൽ വെനെവർ നിങ്ങൾക്ക് ആ ടോപ്പിക് ഓർമ്മ വരുമ്പോൾ തിരിച്ചു വരിക, അത് ഫിൽ. മോസ്റ്റ് സ്റ്റുഡൻസിന് ലോ പേപ്പർ ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യാറുള്ളത് അവർക്ക് ആ സബ്ജക്റ്റ് ടഫ് ആയതുകൊണ്ടല്ല, അവർക്ക് അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ട്. റിമെമ്പർ, ലോ ഈസ് നോട്ട് അബൌട്ട് മെമ്മറി, ഇറ്റ്സ് അബൌട്ട് പ്രാക്ടീസ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. പ്രാക്ടീസ് റൈറ്റിംഗ് ഡെയിലി ആൻഡ് എക്സാമിനറിന് നിങ്ങൾക്ക് മാർക്സ് തരൽ എളുപ്പമാക്കി കൊടുക്കുക. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എൻ്റെ സൈഡിൽ നിന്ന് ലോൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഹാൻഡ് ബുക്ക് അവൈലബിൾ ആണ്, ഇപ്പോൾ റീസെൻ്റ്ലി ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്. വേർബൈ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്, ഡിസ്ക്രിപ്റ്റീവും MCQ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മളൊരു ഫ്രീ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. വേർബൈ റെഗുലർ ബേസിസിൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.